പണ്ടത്തെ സാഹിത്യകൃതികളിലൊക്കെ സ്ത്രീകളെ അബലകൾ എന്ന് വിളിക്കാറുണ്ട്, പ്രയോഗിക്കാറുണ്ട്. അത് ശരിയാണ്, വളരെ വലിയ തെറ്റും ആണ്. ആ അബലകൾ എന്ന് വിളിക്കുന്നത് വളരെ വലിയ തെറ്റാണ് എന്നതിലേക്കാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ അത് ശരിയാണെന്ന് പറയാൻ കാരണം എന്താ? പുരുഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല. ചില കാര്യങ്ങൾ, ഇപ്പൊ ഭാര്യയും ഭർത്താവും കൂടി താമസിക്കുമ്പോൾ ചില സംഗതികൾ എടുത്തിട്ട് ഒരു ഇതിന്റെ മുകളിൽ ഒരു സ്റ്റൂള് അതിന്റെ മുകളിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കയറിട്ട് ഒരു ആണി അടിച്ച് അവിടെ തൂക്കണം, അങ്ങനെയൊക്കെ ഒരു ആവശ്യം വന്നാൽ അവിടെ പുരുഷന്റെ ആവശ്യം വരും. യുദ്ധം ചെയ്യാൻ പോകുന്നതിൽ സ്ത്രീകൾ യുദ്ധം ചെയ്യാൻ പോകുന്ന പതിവ് കുറവാണ്. അധികവും ഭടന്മാരൊക്കെ പുരുഷന്മാരായിരിക്കും, സ്ത്രീകൾക്ക് കഴിയില്ല. ആ അർത്ഥത്തിലെടുത്താൽ പൊതുവെ ഒരു ശാരീരിക ശക്തി പൊതുവെ കൂടുതലുണ്ടായതുകൊണ്ട് ഭാര്യ ഭർത്താവിനെ തല്ലിയ കേസുകൾ കുറവാണ്. ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. ഭർത്താവ് ഭാര്യ തല്ലിയെന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നവർ ധാരാളം ഉണ്ടാവാറുണ്ട്. അങ്ങനത്തെ ചില കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ സ്ത്രീ അബലാന്ന് അത് വെച്ചിട്ട് പറയുന്ന ഒരു അർത്ഥമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ പ്രയോഗം വളരെ തെറ്റമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തി വിശേഷമാണ്. അതുകൊണ്ടാണ് പരാശക്തിയെ സ്ത്രീ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. പുരുഷൻ അതിന്റെ അടുത്തേക്ക് വരില്ല. ശക്തി ഉള്ളവർക്ക് ക്ഷമ കിട്ടും. ശക്തി ഉണ്ടെങ്കിൽ ക്ഷമ ഉണ്ടാകും. ക്ഷമയാണ് ശക്തിയുടെ ഒരു വലിയൊരു സ്ഥിതിവിശേഷം. ക്ഷമാപൂർവം ചെയ്യേണ്ട ഒരു കാര്യം സ്ത്രീകൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. സ്ത്രീകൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാവർക്കും പറ്റില്ല. അടുക്കളയിൽ ഒരു കട്ടൻ ചായ ഉണ്ടാക്കലാണ് ഞാൻ ചെയ്യുന്ന ഒരു അത്ഭുതം. അപ്പൊ രാവിലത്തെ വണ്ടിക്ക് എനിക്കും വൈഫിനും പോകേണ്ട സമയം വന്നു. 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങണം, കട്ടൻ ചായ ഉണ്ടാക്കണം. പാത്രം വെച്ചു, കുക്കിംഗ് ഗ്യാസ് ഓൺ ചെയ്തു. സാധാരണഗതിയിൽ വെള്ളം എത്ര പെട്ടെന്ന് തിളയ്ക്കാനാണ്. കട്ടൻ ചായ എന്ന് പറയുമ്പോഴേക്കും വൈഫ് ഉണ്ടാക്കും. എത്ര പെട്ടെന്ന് ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു. അന്നത്തെ ദിവസം തിളയ്ക്കണില്ല, തീ കത്തുന്നില്ലേ നോക്കി, തിളയ്ക്കുന്നില്ല. മനസ്സുകൊണ്ട് വിചാരിച്ചു ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇത് തിളയ്ക്കാത്തത്. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേ എന്നാലും തിളക്കേണ്ട നേരമായല്ലോ. പിന്നല്ലേ സംഗതി അബദ്ധം പറ്റിയത് അറിയണത്. അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ആ വെള്ളത്തിന്റെ പാത്രവും ഗ്ലാസ്സും ഒക്കെ അടുത്തിരിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു എന്നാ ഓർമ്മ, വെള്ളം ഒഴിച്ചിട്ടില്ല. നാണം കെട്ടുപോയി. സ്വയം ആരോടും മിണ്ടിയിട്ടില്ല ഈ കാര്യം. ധന്യമേ ജീവിതത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരോടും പറയില്ല എന്നുള്ള ധൈര്യം കൊണ്ട് പറയുന്നതാ. ക്ഷമാപൂർവം ആഹാരം ഉണ്ടാക്കുകയും കൂട്ടാന്റെ കഷ്ണം നുറുക്കുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യും. ഇത്ര ക്ഷമ പുരുഷന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് തീർച്ച ആണ്. കുട്ടിയെ മടിയിൽ വെച്ചിട്ട് കുട്ടിയുടെ അച്ഛൻ എത്ര നേരം ഇരിക്കും? ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും കുട്ടിയുടെ അച്ഛന് ബുദ്ധിമുട്ടായി അങ്ങോട്ട് തിരിഞ്ഞു മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞു. തല്ലാൻ തുടങ്ങി, നിലവിളിച്ച് അയിലേറെയായി. ഒടുവില് ഭാര്യയെ വിളിച്ച് ഇതിനെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോയിക്കോ പറയാറില്ലേ? പുരുഷന്മാർക്ക് ക്ഷമ കിട്ടില്ല, സത്യം.
അപ്പൊ ഇന്ന പുരുഷനോ ഗോപാലൻകുട്ടിയോ എന്നാണ് ചോദിക്കേണ്ടത്. ഇതൊരു പൊതു കാര്യം പറയുന്നതാണ്. എനിക്ക് ക്ഷമയുണ്ടല്ലോ, ഞാനാണ് എൻ്റെ മക്കളെ വളർത്തിയെന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടത്. പൊതുവെ ഒരു കാര്യം പറയുന്നതാണ്. ക്ഷമ എന്നുള്ളത് കിട്ടുന്നത് കൊണ്ടാണ് പരാശക്തി, ക്ഷമ. ആ പരാശക്തിയുടെ ശക്തി ഉപാസന ഉള്ളവർ, ഞാൻ ശക്തി ഉപാസകനാണ്, ശാക്തേയമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. പരാശക്തി അമ്മയാണ്. അമ്മ തെറ്റുകൾ പൊറുക്കും, എല്ലാ തെറ്റുകളും നോക്കും. അതുകൊണ്ടാണ് ഭൂമിയെ ഭൂമാത എന്നല്ലേ പറഞ്ഞത്. എന്താണ് ഭൂപിത എന്ന് പറയാത്തത്? ഭൂമാതാവ് എന്നാണ് വാക്ക്. ഭൂപിതാവ് എന്ന് പറയാറില്ല. കാരണം ഈ മാതാവ് ഒക്കെ പൊറുക്കുകയും അതിനെ കുത്തിയിട്ടും ഭൂമിയിൽ പൊളിച്ചിട്ടും യന്ത്രം കൊണ്ട് മണ്ണിളക്കിയിട്ടും ഈ മണ്ണ് കൊണ്ടിട്ട് പുതിയ പർവ്വതം ഉണ്ടാക്കിയിട്ടും ഉള്ള പർവ്വതത്തിനെ ഇടിച്ച് പൊടിയാക്കുമ്പോഴൊക്കെ ഭൂമാതാവ് ഒന്നും മിണ്ടില്ല. ക്ഷമ ക്ഷമ ക്ഷമ. ക്ഷമയുള്ളവരാണ് വിജയിക്കുക. പെട്ടെന്ന് എടുത്തു ചാടുന്നവരില്ല. 10 പേരിൽ പെട്ടെന്ന് എടുത്തു ചാടുന്നവർ പരാജയപ്പെടും. പെട്ടെന്ന് എടുത്തു ചാടുമ്പോൾ വിചാരിക്കും ഇയാളുടെ ധൈര്യമൊക്കെ. ക്ഷമാപൂർവം അവിടെ ഇരിക്കുന്നവർ വിജയിക്കും, മറ്റാളെ തോൽപ്പിക്കുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സ്ത്രീ ശക്തി ആണ്. ഒരു ചെറിയ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർക്ക് കൊണ്ടുവരേണ്ടി വന്നു. മീശ വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, SI ഉണ്ട്, ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ട്, വേറെ പോലീസുകാരുണ്ട്. ചുരുക്കത്തില് ഈ കുട്ടിയെ ഇപ്പൊ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചില്ല. കുട്ടി അച്ഛനോ അമ്മയോ അവിടെ സ്ഥലത്തില്ല, അനാഥയാവാം, ഉപേക്ഷിച്ച ആളാവാം. അപ്പൊ വലിയൊരു പ്രോബ്ലമായി പോലീസ് സ്റ്റേഷനിൽ. ഇത്തരം 1 വയസ്സ് കഴിയാത്തൊരു കുട്ടി അപ്പുറത്ത് വലിയ വലിയ കേസിന് തുമ്പുണ്ടാക്കുന്ന സബ് ഇൻസ്പെക്ടർ, ഹെഡ് കോൺസ്റ്റബിള്, ഇത്രയും പേരുണ്ട്. കുട്ടി കരഞ്ഞിട്ട് നിർത്തുന്നില്ല. കുട്ടി കരച്ചിലായി. സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ഷേക്സ്പിയറെ പറ്റി പഠിച്ചിട്ടുള്ള പാഠം കുട്ടിയോട് പറയാ സമ്മതിക്കോ? ഹെഡ് കോൺസ്റ്റബിളിന് പാട്ട് പാടാനൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് കുട്ടിയെ കേൾക്കത്തില് മീശയൊക്കെ പിരിച്ചിട്ട് ഹെഡ് കോൺസ്റ്റബിളിന്റെ രീതിയിൽ ഒരു പാട്ട് പാടി കേൾപ്പിക്കുമ്പോ കുട്ടി നിലവിളി കൂട്ടുകയല്ലേ ചെയ്യുക. ഇതിനൊരു പരിസമാപ്തി വേണ്ടേ? ഇവരൊക്കെ ശ്രമിച്ചു, നിവർത്തിയില്ല. നിവൃത്തിയില്ലാതെ ലോക്കപ്പില് ഒരു റൗഡി നിൽക്കുന്നു, സ്ഥിരം കേടിയ. അവൻ പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ വെച്ച് ചെയ്യാൻ വയ്യ. ഇപ്പുറത്ത് ഒരു സ്ത്രീ എന്തോ അബദ്ധസഞ്ചാരത്തിന്റെ പേരിൽ അതിനെ കൊണ്ടുവന്നിട്ട് ലോക്കപ്പിലിട്ടിരിക്കുക. ഇവരെല്ലാം കൂടിയിട്ട് ആ സ്ത്രീയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ആ കുട്ടിയെ കച്ചവടം നിർത്താൻ. വലിയ സർട്ടിഫിക്കറ്റും ഒന്നുമില്ല, പഠിച്ച യുവതിയല്ല, അവളെക്കുറിച്ച് നല്ല അഭിപ്രായമില്ല. ലോക്കപ്പ് തുറന്നു നോക്കി അവള് വന്നു, ആ കുട്ടിയെ എടുത്തു. കുട്ടി കരച്ചിൽ നിർത്തി. ഇത് PR നാഥൻ ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല. ഉണ്ടാക്കി പറഞ്ഞായാലും ഇല്ലെങ്കിലും അതിലൊരു സത്യമുണ്ട്, നമുക്കറിയാമല്ലോ. അതിന്റെ കാരണം ശക്തി ഉണ്ടെങ്കിൽ ക്ഷമയുണ്ടാവുള്ളൂ. ക്ഷമിക്കുന്നവർക്ക് ശക്തിയുണ്ട്. ശക്തിയും ക്ഷമയും ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുന്ന് വലിയ വാത്സല്യം വരികയുള്ളൂ.
അതാണ് മാതൃ ഹൃദയം, അമ്മയുടെ മനസ്സ്. ഏറ്റവും ദുർബലമാണ് അമ്മ എന്ന് തോന്നുമെങ്കിൽ പോലും അമ്മയ്ക്കാണ് ശക്തി എന്നുള്ളത് കൊണ്ടാണ് മക്കൾ പറയും, എന്തൊക്കെയാണെച്ചാലും വീട്ടിൽ അമ്മ ഉണ്ടെങ്കിൽ അതൊരു ധൈര്യമായിരുന്നു. അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഒരു ധൈര്യം. പട്ടിക്കുട്ടിക്ക് തൻ്റെ അമ്മ വലുതാണ്. അമ്മയുണ്ടെങ്കിൽ പട്ടിക്കുട്ടിക്ക് ഒട്ടും പേടിക്കാനില്ല. അമ്മയ്ക്ക് സമൂഹത്തിൽ എത്തേണ്ട സ്ഥാനമുണ്ട്. വെറും പട്ടിക്കുട്ടിയല്ലേ, പട്ടിയല്ലേ? അല്ല, പട്ടിക്കുട്ടിക്ക് വരെ അറിയാം അമ്മ ശക്തം ആണ്. ഒരു താൽക്കാലിക അർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് പുരുഷന്മാരാണ്. അപ്പൊ രണ്ടു കൂട്ടർ പുരുഷന്മാർ യുദ്ധം ചെയ്യുമ്പോൾ സ്ത്രീകളെ അബലകൾ എന്ന് ഏതോ കവിതയിൽ പണ്ടൊന്നു പറഞ്ഞു എന്നുള്ളത് ഒഴിച്ചാൽ പല കാര്യങ്ങൾ എടുത്തിരുന്നാലും അതീവ ശക്തമാണ്. സ്ത്രീ ശക്തിയാണ്. ശക്തിയെ വിളിക്കുന്നത് സ്ത്രീ ആയിട്ടാണ്. ഇതുകൊണ്ടാണ് ഒരു വീടാണെങ്കിൽ ഒരു സ്ത്രീ ഉണ്ടാകണം. അതിശക്തിയാണ്. ഒരു നാടകത്തിൽ പുരുഷ കഥാപാത്രം മാത്രം പോരാ, സ്ത്രീ കഥാപാത്രം വേണം. അതുണ്ടെങ്കിലേ നാടകം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ഈ ശക്തിവിശേഷത്തെക്കുറിച്ചൊന്ന് ധന്യമയ ജീവിതത്തിൽ നിന്ന് ചിന്തിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം.